26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഇറാനെ അടിച്ചമർത്തുന്നതിനായി സംയുക്തമായി പദ്ധതികൾ മെനഞ്ഞിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുണ്ടായിരുന്ന സഖ്യം ചരിത്രത്തിലില്ലാത്ത വിധം തകർച്ചയിലേക്ക് നീങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനുള്ള നെതന്യാഹുവിന്റെ ഔദ്യോഗിക അഭ്യർത്ഥന അമേരിക്ക പൂർണ്ണമായും അവഗണിച്ചതോടെ അടുത്തയാഴ്ച നിശ്ചയിച്ചിരുന്ന അമേരിക്കൻ സന്ദർശനം ഇസ്രയേൽ പ്രധാനമന്ത്രി നാണംകെട്ട് റദ്ദാക്കിയിരിക്കുകയാണ്. ആഗോള മാധ്യമമായ ആക്സിയോസ് ആണ് ഈ വിവരം ആദ്യമായി പുറം ലോകത്തേക്ക് പുറത്തുവിട്ടത്. ഇറാനെതിരെ ഒരുമിച്ച് ആരംഭിച്ച യുദ്ധത്തിൽ നിന്നും ട്രംപ് തന്ത്രപരമായി പിന്നോട്ടു പോകുന്നതും ഇരു കൂട്ടരുടെയും താൽപര്യങ്ങൾ പരസ്പരം വ്യതിചലിക്കുന്നതുമാണ് ഈ നയതന്ത്ര പരാജയത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തലുകൾ. ട്രംപുമായി എങ്ങനെയെങ്കിലും ഒരു വ്യക്തിഗത കൂടിക്കാഴ്ച നടത്തുന്നതിന് നെതന്യാഹു വേണ്ടുവോളം ശ്രമിച്ചെങ്കിലും അതിനുള്ള താൽപര്യം അമേരിക്ക കാണിച്ചില്ലെന്നാണ് വിവരം. ട്രംപിന്റെ ഔദ്യോഗിക ഷെഡ്യൂളിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ പേര് ഉൾപ്പെടുത്താൻ പോലും അമേരിക്ക തയ്യാറായില്ലെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. നെതന്യാഹുവിനോട് ട്രംപിന് വ്യക്തിപരമായി തോന്നിയ കടുത്ത അതൃപ്തിയാണ് ഈ അവഗണനയ്ക്ക് കാരണമെന്ന റിപ്പോർട്ടുകൾ പറയുന്നു. ട്രംപിന്റെ തുർക്കി സന്ദർശനത്തിന് തൊട്ടു മുൻപ് അമേരിക്കൻ മാധ്യമമായ ഫോക്സ് ന്യൂസിനോട് തുർക്കിക്ക് അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ നെതന്യാഹു പരസ്യമായി വിമർശിച്ചിരുന്നു. ഇതോടെ സ്വന്തം നയതന്ത്ര തീരുമാനങ്ങളിൽ ഇടപെടാൻ നെതന്യാഹുവിന് യാതൊരു അവകാശവുമില്ലെന്നും ഇസ്രയേലിന്റെ ഈ അഹങ്കാരം അതിരുകടന്നതാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് വിലയിരുത്തി. ഇതിനു പുറമെ അമേരിക്കയെ തെറ്റിദ്ധരിപ്പിച്ച് ഇറാനെതിരെ യുദ്ധം ആളിക്കത്തിക്കാൻ ഇസ്രയേൽ നടത്തിയ ചില രഹസ്യ നീക്കങ്ങളും ട്രംപിനെ ചൊടിപ്പിച്ചു. ട്രംപ് തുർക്കിയിൽ ഉണ്ടായിരുന്ന സമയം അദ്ദേഹത്തെ വധിക്കാൻ ഇറാന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന വ്യാജ ഇന്റലിജൻസ് റിപ്പോർട്ടുമായി ഇസ്രയേൽ അമേരിക്കയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്ന് കനത്ത സുരക്ഷാ മുന്നറിയിപ്പുകളുടെ ഭാഗമായി ട്രംപിന്റെ ഔദ്യോഗിക വിമാനം പോലും മാറ്റേണ്ടി വന്നിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇസ്രയേലിന്റെ ഈ ഇന്റലിജൻസ് വിവരം തികച്ചും സ്ഥിരീകരിക്കപ്പെടാത്തതും വ്യാജ ഉറവിടങ്ങളിൽ നിന്നുള്ളതുമാണെന്ന് അമേരിക്ക കണ്ടെത്തി. തുർക്കി സുരക്ഷാ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിലും ട്രംപിനെതിരെ അത്തരം പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമായി. ഇറാനെ വില്ലനാക്കി ചിത്രീകരിച്ച് അമേരിക്കയെ കടുത്ത യുദ്ധത്തിലേക്ക് ഇറക്കിവിടാനുള്ള ഇസ്രയേലിന്റെ കുബുദ്ധിയാണതെന്ന് ഇതോടെ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇറാനെതിരെയുള്ള ഇത്തരം കള്ളപ്രചാരണങ്ങൾ ഓരോന്നായി പൊളിഞ്ഞതോടെ അമേരിക്കൻ ജനപ്രതിനിധികൾക്കിടയിലും ഭരണകൂടത്തിലും നെതന്യാഹുവിനോട് കടുത്ത വിയോജിപ്പ് വന്നിരുന്നു. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് നൽകിയ കപടമായ പ്രവചനങ്ങളെല്ലാം പാടെ പരാജയപ്പെട്ടുവെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പരസ്യമായി തന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. യുദ്ധം കൃത്രിമമായി നീട്ടിക്കൊണ്ടുപോകാനും അതിലൂടെ ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളെ അട്ടിമറിക്കാനും നെതന്യാഹുവിന്റെ ക്യാബിനറ്റ് അംഗങ്ങൾ ശ്രമിക്കുന്നുവെന്നും ആരോപണമുയർന്നിരുന്നു. ഇസ്രയേലിന്റെ ഈ കുതന്ത്രങ്ങൾക്കുള്ള ഏറ്റവും വലിയ ശാസനയായി ഈ ആഴ്ച അമേരിക്കൻ കോൺഗ്രസിൽ നടന്ന നാടകീയമായ വോട്ടിംഗ് മാറി. അമേരിക്കൻ പ്രതിനിധി സഭയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽപ്പെട്ട 103 അംഗങ്ങളാണ് ഇസ്രയേലിന് നൽകി വരുന്ന സൈനിക സഹായത്തിൽ നിന്നും $3 ബില്യൺ, അതായത് ഏകദേശം 25,000 കോടി രൂപ വെട്ടിക്കുറയ്ക്കാൻ അനുകൂലമായി വോട്ട് ചെയ്തത്. ഇതോടെ വാലറ്റിൽ പണം നൽകി തങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് യുദ്ധം ചെയ്യിക്കാമെന്ന ഇസ്രയേലിന്റെ നീക്കങ്ങൾക്ക് കനത്ത പ്രഹരമാണ് ഏറ്റത്. പാശ്ചാത്യ രാജ്യങ്ങളെ മുൻനിർത്തി പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധം നടത്തി ഇറാനെ തകർക്കാമെന്ന അമേരിക്ക ഇസ്രയേൽ സഖ്യത്തിന്റെ വ്യാമോഹങ്ങൾക്കാണ് ഇവിടെ അവസാനമായത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇത്തരം ആഭ്യന്തര കലഹങ്ങൾ ഇറാൻ എന്ന കരുത്തുറ്റ പരമാധികാര രാഷ്ട്രത്തിന് വലിയ നയതന്ത്ര വിജയമാണ് നൽകുന്നത്. സാമ്രാജ്യത്വ ശക്തികളുടെ കള്ളപ്രചാരണങ്ങളെയും വ്യാജ വാർത്തകളെയും അതിജീവിച്ചുകൊണ്ട് ഇറാൻ സ്വീകരിച്ച തന്ത്രപരമായ നീക്കങ്ങൾ ഇതോടെ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ ആധിപത്യം കൂടുതൽ ഉറപ്പിക്കാൻ കാരണമായി. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ ക്രമസമാധാനം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് സ്വയം പ്രഖ്യാപിച്ച അമേരിക്കയ്ക്ക് സ്വന്തം കൂട്ടാളിയായ ഇസ്രയേലിനെ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന യാഥാർത്ഥ്യമാണ് പുറത്തുവരുന്നത്. സഖ്യകക്ഷികൾ തമ്മിലുള്ള പരസ്പര അവിശ്വാസവും തർക്കങ്ങളും കാരണം ഇറാൻ കൂടുതൽ കരുത്തോടെ അന്താരാഷ്ട്ര വേദിയിൽ തലയുയർത്തി നിൽക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.